നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് വിജയിച്ചാൽ എന്താണ് സമ്മാനത്തുകയായിട്ട് കിട്ടുക? ഇതവണത്തെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ വർദ്ധിപ്പിക്കാൻ ഫിഫ തീരുമാനിച്ചിരിക്കുന്നു. ഫിഫ കൗൺസിൽ അതിന് അപ്രൂവൽ കൊടുത്തിരിക്കുന്നു. റെക്കോർഡ് ബ്രേക്കിംഗ് എമൗണ്ട് ആണ്. കഴിഞ്ഞ തവണ ഖത്തർ വേൾഡ് കപ്പിൽ കൊടുത്തതിൻ്റെ 50% വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. $727 മില്യൺ മൊത്തം ഈ പാർട്ടിസിപ്പേറ്റിംഗ് മെമ്പർ അസോസിയേഷനുകൾക്കിടയിൽ വിതരണം ചെയ്യാൻ പോകുന്നത്. 48 ടീമുകളാണ് ഇത്തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന കാര്യം ഓർക്കുക. അപ്പോൾ വേൾഡ് കപ്പ് വിജയിച്ചാൽ, അതായത് ലോക ചാമ്പ്യന്മാർക്ക് എത്ര കിട്ടും എന്നുള്ളതാണ് ചോദ്യം. മൊത്തം പ്രൈസ് മണി ആയിട്ട് $655. അതിൽ ലോക ചാമ്പ്യന്മാരാവുന്ന ടീമിന് ലഭിക്കുക $50 മില്യൺ ആയിരിക്കും. $50 മില്യൺ ഫിഫ വേൾഡ് കപ്പ് വിജയിക്കുന്ന ചാമ്പ്യൻ ടീമിന് കൊടുക്കുന്നത്. റണ്ണേഴ്സപ്പ് ആയ ടീമിന് $33 മില്യൺ കൊടുക്കും. അതേസമയം തേർഡ് പ്ലേസിലെത്തുന്ന, അതായത് ലൂസേഴ്സ് ഫൈനൽ വിജയിക്കുന്ന ടീമിന് $29 മില്യൺ ആയിരിക്കും കൊടുക്കുക. ഫോർത്ത് പ്ലേസിലെത്തുന്ന ടീമിന് $27 മില്യൺ കൊടുക്കും. 5ാം സ്ഥാനം മുതൽ 8ാം സ്ഥാനം വരെ എത്തുന്ന ടീമിന്, അതായത് ക്വാർട്ടർ ഫൈനലിൽ എത്തുന്ന ടീമിന് എന്നർത്ഥം, $19 മില്യൺ ആയിരിക്കും കൊടുക്കുക. 9ാം സ്ഥാനം മുതൽ 16ാം സ്ഥാനം വരെ എത്തുന്ന ടീമുകൾക്ക് $15 മില്യൺ കൊടുക്കും. 17ാം സ്ഥാനം മുതൽ 32ാം സ്ഥാനം വരെ എത്തുന്ന ടീമുകൾക്ക് $11 മില്യൺ വീതം കൊടുക്കും. 33ാം സ്ഥാനം മുതൽ 48ാം സ്ഥാനം വരെ, അതായത് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്ക്, പുറത്താവുന്ന ടീമുകൾക്ക് $9 മില്യൺ വീതം കൊടുക്കും. ഇത് കൂടാതെ എല്ലാ ക്വാളിഫൈഡ് ടീമിനും $1.5 മില്യൺ അവരുടെ പ്രിപ്പറേഷൻ കോസ്റ്റ്, വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻ കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി കൊടുക്കും. അതിനർത്ഥം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീമുകൾക്കും ഏറ്റവും ചുരുങ്ങിയത് $10.5 മില്യൺ ലഭിക്കുമെന്നുള്ളതാണ്. സോ വമ്പൻ സമ്മാന തുകയാണ് ഇത്തവണ ഫിഫ കൊടുക്കുന്നത്. റെക്കോർഡ് സമ്മാനത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.